കേരളത്തിലെ ഏറ്റവും ഹാർഡസ്റ്റായ ഒരു ട്രെക്കിംഗ് റൂട്ടാണ് അഗസ്ത്യാർകൂടം. ഇന്നത്തെ എൻ്റെ യാത്ര അവിടേക്കാണ്. പഴയ ഒരു ഫാക്ടറിയാണ്, ബോണക്കാട് എസ്റ്റേറ്റ് എന്ന ബോർഡ് കാണാം. വലിയ വാഹനങ്ങൾ ഇവിടം വരെ എത്തുകയുള്ളൂ. അതിനുശേഷം ചെറിയ വാഹനങ്ങളാണെങ്കിൽ ബോണക്കാട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഇതിൻ്റെ വശങ്ങളിലൂടെയുള്ള റോഡിലൂടെ ഒരു ഓഫ് റോഡ് ആണ്. അങ്ങനെ ഓഫ് റോഡിലൂടെ നടന്ന് ബോണക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി ഇവിടെ സർട്ടിഫിക്കറ്റെല്ലാം പരിശോധിക്കുന്നുണ്ട്, ടിക്കറ്റ്. കൂടാതെ നമ്മൾ കൊണ്ടുവന്ന ബാഗെല്ലാം പരിശോധിക്കുകയും ആ ബാഗിലെ പ്ലാസ്റ്റിക് എല്ലാം മാറ്റുകയും ഒരു മുൻകരുതൽ എന്നുള്ളതിൽ പറഞ്ഞതാണ്. അതുപോലെ നിങ്ങളുടെ കൂടെ ഗൈഡുമാരുണ്ടാവും. ഒറ്റപ്പെട്ട ഒരിക്കലും യാത്ര സ്ഥലമാണ്. നമ്മൾ ഈ പെർഫ്യൂം എല്ലാം മാറ്റുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്തിനാണ്? അതായത് നമ്മുടെ പ്രസൻസ് വന്യമൃഗങ്ങൾ എല്ലാം നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനായി അങ്ങനെ ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ ബ്രീഫിങ്ങിന് ശേഷം വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ഫോറസ്റ്റ് ഗൈഡിൻ്റെ സഹായത്തോടെ ഞങ്ങൾ മുന്നോട്ടേക്ക് ഫോറസ്റ്റിലേക്ക് കടന്നു. പ്ലാസ്റ്റിക് കവറുകളും സോപ്പും കൊണ്ടുപോകുന്നത് നിരോധിച്ചിട്ടുണ്ട്. പിന്നെ വെള്ളക്കുപ്പികൾ കൊണ്ടുപോകുന്നതെങ്കിൽ പ്രത്യേകം രേഖപ്പെടുത്തിയ ശേഷം തിരിച്ചു വരുമ്പോൾ കാണിക്കുകയും വേണം. സീസൺ ട്രക്കിങ്ങിൻ്റെ മുന്നോടിയായി ഓഫ് സീസൺ ട്രക്കിംഗ് ഉണ്ടെന്നറിഞ്ഞതിനാൽ അതിൽ കൊടുക്കുകയും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഹൈടെക് ട്രക്കേഴ്സിൻ്റെ കൂടെയാണ് 70ഓളം പേർ ചേർന്ന് ഞങ്ങൾ അഗസ്ത്യാർകൂടത്തേക്ക് യാത്ര തിരിച്ചത്. കാട്ടിലൂടെയുള്ള ഈ യാത്ര അതിമനോഹരം തന്നെയാണ്. ഞങ്ങൾ നടന്ന് രണ്ടാമത്തെ ക്യാമ്പായ ലാത്തിമുട്ട എന്ന സ്ഥലത്തെത്തി. ഏകദേശം 2 കിലോമീറ്ററോളം ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി അഡസ്റ്റായി ധാരാളം ഔഷധ സസ്യങ്ങളും പ്രത്യേക ജന്തുജീവജാലങ്ങളും അടങ്ങിയ ഒരു പ്രദേശമാണ് അഗസ്ത്യാർകൂടം മലനിരകൾ. സഹ്യപർവ്വതത്തിൽ ഈ അഗസ്ത്യാർകൂടം മലനിരകളിൽ അങ്ങനെ അഗസ്ത്യാർകൂടം മലനിരകൾ ദൃശ്യമാണ്. യാത്ര തുടങ്ങുന്നു. കാട്ടിലൂടെയുള്ള യാത്രയിൽ കിളികളുടെ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്നതാണ്. എൻ്റെ മുന്നിലൂടെ വരുന്നവർ തിരിച്ചു പോകുന്നവരാണ്. അതിരുമല ബേസ് ക്യാമ്പിൽ നിന്ന് തിരിച്ചു വരുന്നവരാണ്. ട്രക്കിംഗ് കഴിഞ്ഞ് ഞങ്ങളെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഫോട്ടോസെല്ലാം എടുക്കുന്ന തിരക്കിലാണ്. ഇപ്പോൾ ഞാൻ എത്തിയത് ഒരു വാട്ടർഫാൾസിൻ്റെ അടുത്താണ്. ഒരു വടം കെട്ടിയിട്ടുണ്ട്. മലകര കിടക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴുകുകയാണെങ്കിൽ വടം പിടിച്ച് മലകളിലേക്ക് പോകണം. മീൻസ് കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ത്രൂ നല്ല ചെടി
കരമനയാറ് മോണമ്പറ്റിൽ നിന്ന് 4 കിലോമീറ്ററോളം പിന്നിട്ടുള്ള കരമനയാറിലാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ കരമനയാറ് ക്രോസ് ചെയ്ത് യാത്ര മുന്നോട്ട് നീങ്ങി. വേരുകൾക്കിടയിലൂടെയുള്ള യാത്രയാണ്. അങ്ങനെ കരമനയാർ എന്നെഴുതിയ ഒരു ബോർഡ് കാണാം. ഇവിടെ ഒരു ക്യാമ്പ് ഷെഡുണ്ട്, പൊളിഞ്ഞു കിടക്കുകയാണ്. ക്യാമ്പ് ഷെഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം യാത്രക്കിടയിൽ റെസ്റ്റ് എടുക്കുന്നതിനും കൂടാതെ വന്യമൃഗങ്ങൾ വല്ലതും വരികയാണെങ്കിൽ അല്പം നേരം മാറി നിൽക്കുന്നതിനും വേണ്ടിയാണ് സ്ഥാപിച്ചത്. അങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിയിരിക്കുകയാണ്. ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് രാവിലെ ഫോറസ്റ്റിൽ നിന്ന് വരുമ്പോൾ പുതിയാക്കിയിരുന്ന ഉച്ചഭക്ഷണം ഏകദേശം ഇവിടെ എത്തിയപ്പോഴേക്കും വിശന്നപ്പോൾ കഴിക്കുകയും യാത്ര മുന്നോട്ട് പോവുകയും ചെയ്യുക. അടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. യാത്ര മുന്നോട്ട് നീങ്ങി. അടുത്തൊരു വെള്ളച്ചാട്ടം കൂടെയാണ് കാണുന്നത്. അത്യാവശ്യം ആഴമൊക്കെ ഉണ്ട്, പിന്നെ കുളിക്കാം. കയ്യും മുഖവും കഴുകി വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് യാത്ര മുന്നോട്ടേക്ക് നീങ്ങി. വെള്ളം കയറണം, അവിടെ കയറണം. ഇതിലും
പിടിച്ച് അടുത്ത ക്യാമ്പായ അട്ടയാർ എത്തിയിട്ടുണ്ട്. അട്ടയാർ എന്നാണ് ഈ സ്ഥലത്തിന് പേര്. ബോണക്കാടിൽ നിന്ന് ഏകദേശം പകുതി ദൂരം 9 കിലോമീറ്ററോളം പിന്നിട്ട് അട്ടയാർ എത്തിയിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ക്യാമ്പ് ഷെഡ് തന്നെ ഉണ്ട്. പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടി ബാത്റൂം സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അല്പസമയത്ത് ഇവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും യാത്ര മുന്നോട്ടേക്ക് പോയി. ഇനി എത്തിയത് പുൽമേടുകളിലേക്കാണ്. അത്യാവശ്യം ദുർഘടമായ ഏരിയ തന്നെയാണ്. നല്ല വെയിലുണ്ട്. യാത്ര നേരത്തെ തിരിക്കുകയാണെങ്കിൽ ഈ പുൽമേട് വെയിൽ വരുന്നതിന് മുമ്പായി കടന്നു പോകാം. ഞങ്ങൾ ഏകദേശം 11 മണിയോട് അടുത്തിട്ടുണ്ട്. തുടരാം. ബോണക്കാട് നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. അതിനാൽ പുൽമേടിൽ നല്ല വെയിലായിരിക്കും. ഈ മൊട്ടക്കുന്നിൻ്റെ സൈഡിലൂടെ അങ്ങനെ നടന്ന് നീങ്ങുകയാണ്. പുൽമേട് പിന്നിട്ട് അത്യാവശ്യം മരങ്ങൾ ഇടതൂർന്ന് വളർന്ന ഒരു കാട്ടിലൂടെ നടന്നു നീങ്ങുകയാണ്. അതിനുശേഷം വീണ്ടും ഒരു പുൽമേടിലേക്ക് എത്തി. പുൽമേടിൽ വെള്ളം കുറവാണ്. അതിനാൽ നേരത്തെ കുപ്പിയിൽ ശേഖരിച്ച വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. വീണ്ടും പുൽമേട് കഴിഞ്ഞ് അല്പം അടസ്റ്റായ ഒരു ഭാഗത്തേക്ക് എത്തി. ചെങ്കുത്തായ ഭാഗം പാറ കഷ്ണങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ പാറകൾക്കിടയിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. ഏറ്റവും ഒന്നാമത്തെ ദിവസത്തെ ഏറ്റവും കഠിനമായ ട്രക്കിംഗ് ആണ് ഈ ഭാഗത്ത്. ഏകദേശം 3 കിലോമീറ്ററോളം ഉണ്ട്. ഇനി അതിരുമല ബേസ് ക്യാമ്പിലേക്ക് അവസാനത്തെ ലാപ്പായ ഈ ഭാഗങ്ങൾ നല്ല പച്ചപ്പ് വിരിച്ചിരിക്കുന്ന ഇവിടെ നിന്ന് 1 കിലോമീറ്ററോളമുള്ള അതിരുമല ബേസ് ക്യാമ്പിലേക്ക് അല്പം വിശ്രമിച്ചതിന് ശേഷം വീണ്ടും മുന്നോട്ടേക്ക് നീങ്ങി. സമയം ഇരുട്ടായി. 6 മണിയോളമായി ഇരുട് വരാൻ തുടങ്ങി. യാത്ര മുന്നോട്ടേക്ക് നീങ്ങി.
അതിരുമല ബേസ് ക്യാമ്പിലേക്കുള്ള ആരോ മാർക്ക് കാണാം. അഗസ്ത്യാർകൂടത്തിലേക്ക് ഇവിടുന്ന് 6 കിലോമീറ്ററാണ്. ഇടതുഭാഗത്ത് കൂടെ ഇവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അഗസ്ത്യമുനിയുടെ പ്രതിഷ്ഠയാണ്. ഇവിടെ അതിരുമല ബേസ് ക്യാമ്പിലേക്കുള്ള ആരോ മാർക്കിലൂടെ നേരെ മുന്നോട്ട് നീങ്ങി. സമയം 6 മണി കഴിഞ്ഞു. ഇരുട്ട് വന്നിട്ടുണ്ട്. വലതുഭാഗത്തായി മരങ്ങളിൽ തുണികളെല്ലാം ചുറ്റിയിട്ടുണ്ട്. മഞ്ഞയും ചുവപ്പും. ഇവിടെ ആദിവാസി സമൂഹം വന്ന് അവരുടെ ഉത്സവത്തിന് ഇവിടെ ഒത്തുകൂടാറുണ്ട്. അതിരുമല ബേസ് ക്യാമ്പിൽ സമീപത്തായുള്ള ഈ ഗ്രൗണ്ടിൽ പൂജ കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. അങ്ങനെ അതിരുമല ബേസ് ക്യാമ്പിലേക്ക് എത്തുകയാണ്. ഇവിടെ കിടങ്ങുണ്ട്. കിടങ്ങ് കഴിഞ്ഞ് നേരെ മുന്നിലെത്തിയിരിക്കുന്നത് ക്യാൻറ്റീനാണ്, മെസ്സാളാണ്. ഇവിടെ എല്ലാം എൻ്റെ മുന്നേ എത്തിയിരിക്കുന്ന എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. ബാഗെല്ലാം ഇറക്കി വെച്ച്. അതിരുമല ബേസ് ക്യാമ്പിൽ നിന്ന് അഗസ്ത്യാർകൂടം മലനിരകളുടെ ദൃശ്യമാണ് കാണുന്നത്. രാത്രി ഭക്ഷണത്തിൻ്റെ മെസ്സാളിൽ പോയപ്പോൾ കഞ്ഞിയും പയറും അച്ചാറും പപ്പടവും കുട്ടികൾ ഭക്ഷണം. അതിരുമല ബേസ് ക്യാമ്പിലെ ബാരക്കുകളാണ്. ഇവിടെയാണ് കിടന്നുറങ്ങാൻ സൗകര്യമുള്ളത്. ഇങ്ങനത്തെ 2 ബാരക്കുകളുണ്ട്. അതല്ലേ എൻ്റെ ടോപ്പിലേക്കാ. പ്രഭാതത്തിലെ അതിരുമല ബേസ് ക്യാമ്പിൽ നിന്നും അഗസ്ത്യാർകൂടം മലനിരകളുടെ കാഴ്ചയാണ് കാണുന്നത്. അത് ആ 3 ഇത് കാണുന്നില്ല, 1, 2, 3 അതവിടെ നിന്ന് നമ്മൾ പകുതി ഒഴുക്കി കഴിഞ്ഞു.